ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടായിരുന്നു. അവിടെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ വലിയൊരു സ്ട്രീറ്റ് ആണ്. അവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അത്ര അഫോർഡബിൾ പ്രൈസ് ഒന്നും അല്ല. എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഭേദം. കാരണം അവിടെ ഒരുപാട് കളക്ഷൻ, ഇതായി കാണുന്ന പോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഒടുക്കത്തെ റേറ്റാ, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഇത് ഈ കാണുന്ന കമ്മലൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല റേറ്റാ. എനിക്കൊരു 150-ന് മുകളിൽ വരുമെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് ഇവിടെ ആറ്റിങ്ങലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പതുക്കെ അങ്ങ് വെച്ചു വില അറിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കുറച്ച് കടകളിലൊക്കെ കയറി. പക്ഷെ ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റുന്ന അത്ര പ്രൈസ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ അവിടെ ഒന്ന് ചുറ്റി കറങ്ങി നമ്മളിതാ നേരെ പോകുന്നതാ ഈ ഒരു ഷോപ്പിലോട്ടാ. അവിടെ എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് ലസ്സിയാണുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മെയിനായിട്ട് ലസ്സി ആയിരുന്നു വേണ്ടത്. അങ്ങനെ ഞങ്ങൾ എവരെയും ഇടിച്ചു കുത്തി അതിനുള്ളിലോട്ട് കയറി. എല്ലാവരും ലസ്സി പറയാതെ പലരും പല ഐറ്റം പറയാന്ന് വെച്ചു. കാരണം എല്ലാവരും ഒരേ ടേസ്റ്റ് കഴിച്ചു നോക്കാതെ പല ടേസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ലസ്സി പറഞ്ഞു. അല്ല, ഞങ്ങൾ ഒരാൾ ലസ്സി പറഞ്ഞു, ഞാൻ വേറൊരു ഐറ്റമാണ് പറഞ്ഞു. എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ പലരും പല ഐറ്റം പറഞ്ഞു. അതിൽ രണ്ടുപേർക്ക് ലസ്സി വേണോന്ന് പറഞ്ഞു. ഈ ചേച്ചി ഇതെന്ത് ആലോചിച്ച് ഇരിക്കാന്ന് ചോദിച്ചാൽ എന്ത് പറയട്ടെ എന്നാ. ഇവിടെ ഒരാൾ നോക്കുന്നതെന്ന് വെച്ചാൽ കൂടെ വന്ന ഹസ്ബൻഡിന്റെ ജോലി ഓർത്ത് ഇരുന്നു പോയതാ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ലസ്സിയും, ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല, ഫലൂഡ അല്ല, വേറെന്തോ ഒരു പേരാ അതിന്, അതും ഓർഡർ ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും ലസ്സി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലസ്സിയും എടുത്തു. പിന്നെ അത് കഴിച്ചു നോക്കിയപ്പം കുഴപ്പമില്ല. പിന്നെ അവർക്ക് അവരുടെ ലസ്സി കുറച്ച് തിക്കായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായി. നേരെ നമ്മൾ ഓട്ടോ കയറി റൂമിലോട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് നമ്മുടെ ശരിക്കുമുള്ള ട്രെയിനിങ്. കഴിഞ്ഞ ദിവസം വെറുതെ നമ്മളൊന്ന് എത്തി ഒന്ന് കറങ്ങിയതാ. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ പൂരി കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് ഉപ്പുമാവാണ് ഓർഡർ ചെയ്തത്. അതും കൊള്ളായിരുന്നു, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ട്രെയിനിങ്. അങ്ങനെ ഞങ്ങൾ അവരെ രണ്ടുപേരെയും യാത്ര അയച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ട്രെയിനിങ്ങിലോട്ട് കയറി. ഒത്തിരി നടക്കാനുണ്ട്, ഉള്ളിലോട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്ന് നമ്മൾ നമ്മുടെ ട്രെയിനിങ് സെന്ററിനകത്ത് കയറി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബാഗും ബുക്കും പെന്നും ഒക്കെ തരുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത്. ആ ഹാള് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, പല പല സ്റ്റേറ്റിലായിട്ട് വർക്ക് ചെയ്യുന്ന, പല ജില്ലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തു. അവിടുത്തെ തിരക്ക് പറയണ്ട. വണ്ടികൾ പോകുന്ന കണ്ടാണ്ടല്ലോ നമ്മുടെ ജീവൻ പോവും. എങ്ങനെയൊക്കെ അവന്മാർ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അവന്മാർ ഏതൊക്കെ വഴികളുണ്ടോ അതിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. പേടിച്ചാ ശരിക്കും പറഞ്ഞ അതിലൂടെ പോകുന്നത്. പിന്നെ അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തൊരു ബ്ലോക്കാ അത് വെച്ചൊക്കെ. നമ്മൾ ഇവിടെയൊക്കെ ഇത് കണ്ടിട്ട് അവിടെ പോയി ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള നാട്ടിൽ ജീവിക്കാനായിട്ട്, സത്യം പറഞ്ഞാൽ. പിന്നെ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെയും തിരക്കായിരുന്നു. അവിടെ ഓട്ടോ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു ബഹളമായി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, എൻ്റെ പൊന്നോ, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ അധികം കണ്ടുള്ള ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി.
കാരണം കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ അവിടെയൊക്കെ അങ്ങ് കിടക്കുകയാണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ കമ്പാർട്ട്മെന്റ്. നമ്മുടെ AC കോച്ചായിരുന്നു. അതിനുള്ളിൽ നല്ല രസമായിരുന്നു. അങ്ങനെ രാത്രി കിടന്നുറങ്ങി. രാവിലെ ഇതേ എണീറ്റ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് ശരിക്കും ട്രെയിനിങ്ങിനേക്കാളും ഒരു ട്രിപ്പായിട്ടാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പോകാനും പുറത്തെ കാഴ്ചകൾ കാണാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു ട്രിപ്പ് മൂഡായിട്ട് അങ്ങ് എടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ.